ബഹുമാനപ്പെട്ട എത്രയും സ്നേഹമുള്ള മറ്റു കുഞ്ഞുങ്ങളെ എന്നതിനെ ഞാൻ സംബോധന ചെയ്യട്ടെ. എൻ്റെ മനസ്സിൽ അത് തന്നെയാണ്. ഏതാണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങളെയൊക്കെ മുമ്പിൽ കണ്ട ഒരു രംഗം എൻ്റെ മനസ്സിൽ വരികയാണ്. ഇങ്ങനെയൊരു രംഗം ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും നിങ്ങളെക്കാൾ കൂടുതൽ മനസ്സിന് ആഹ്ലാദം ജനിപ്പിക്കുന്നത് ഞങ്ങൾക്കായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് ഫ്രണ്ട്സ് എവിടെ വേണമെങ്കിലും ആക്കാം, ഒരു റെയിൽവേ ജേണിയിൽ തന്നെ ആക്കാം, ഒരു ക്യാബിനകത്ത് പോവുകയാണെങ്കിൽ ആക്കാം. പക്ഷെ ഇതുപോലൊരു കൂട്ടായ്മ ഉണ്ടാക്കുക എന്നുള്ള പറഞ്ഞ ചെറിയ കൂട്ടമാണെങ്കിലും അത് ഒരു വലിയ കാര്യമായിട്ട് പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ 3 സാറന്മാർ ഞങ്ങൾ പ്രായമുള്ളവരാ. തോമസ് സാറ് ഞാനും ഏകദേശം ഒരേ പ്രായമൊക്കെ ഉണ്ട്. ജോണി സാറ് ഞങ്ങളെക്കാട്ടി അല്പം ഞങ്ങളെല്ലാം കൂടി ഇതുപോലെ പഠിച്ചതാ, ഒരു ബാച്ചാ. അപ്പോൾ ഇങ്ങനെ വന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നു. അപ്പോൾ എന്റെ മനസ്സിൽ വരുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, അന്ന് നിങ്ങൾക്ക് വേണ്ടി അല്പമായ പ്രയത്നം ചെയ്ത നമ്മളിൽ നിന്ന് വിട്ടുപോയ ചില മഹത് വ്യക്തികളുണ്ട്. ഇത്തരണത്തിൽ അവരെയും ഞാൻ ഓർക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ അത് ഓർക്കുന്നു. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പി തോമസ് സാറ്, റോസമ്മ, MG ജോർജ് സാറ്, ഇവരെയാണ് PA സമീൽ സാറ് 10ൽ ഹിന്ദി പഠിപ്പിച്ചെന്ന് തോന്നുന്നു എനിക്ക്. ഇവരെല്ലാം നമ്മളെ വിട്ടുപോയി. അവരുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ കൂട്ടായ്മയിൽ ഉണ്ടാകും. നിങ്ങൾ ഈ കാണിച്ച ഈ സന്മനസ് തീർച്ചയായിട്ടും നിങ്ങളുടെ തലമുറയ്ക്ക്, നിങ്ങളുടെ മക്കളും നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന തലമുറയിലെ അത് വികസിച്ചു വരട്ടെ. നമ്മുടെ കൂട്ടായ്മ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിലെ ഒരു കൂട്ടായ്മയ്ക്ക് ഒരു മാതൃകയായിരിക്കട്ടെ. നിസ്സാരമായിട്ട് കാണണ്ട. ഒരുപക്ഷെ നിങ്ങൾ 10ലോ 8ലോ 9ലോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇതുപോലെ ഫ്രീ ആയിട്ടിരുന്ന് നിങ്ങൾ അധ്യാപകരോട് സംസാരിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ സംസാരിക്കാനുള്ള ഇടമില്ല, അങ്ങനെയില്ല. ഇന്നിപ്പോൾ നിങ്ങളുടെ ആ സ്കൂൾ കരിക്കുലവും കോളേജ് കരിക്കുലവും തീർന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സൗഹൃദ ബന്ധം പുതുക്കുന്നതിനുള്ള സൗകര്യം. അപ്പോഴാണ് നിങ്ങൾക്ക് അതിനുള്ള പൂർണ്ണമായിട്ടുള്ള ലൈസൻസ് കിട്ടുന്നതും അപ്പോൾ മാത്രമേ ഉള്ളൂ. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ള വിദ്യാഭ്യാസ രംഗത്തുള്ളപ്പോൾ നിങ്ങൾ അതിന് അടിമയായിരുന്നു, മറ്റു ചില നിയമങ്ങൾക്ക് അടിമയായിട്ടിരുന്നു. ഇപ്പം മനസ്സ് തുറന്ന് സംസാരിക്കാനും ലോകത്തിന് നന്മ കാണിച്ചു കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ തലമുറയിൽ അത് വരട്ടെ. ഞങ്ങളെ വിളിച്ചതിൽ ഞങ്ങൾ സന്തോഷമുണ്ട്, അതീവ സന്തോഷമാണ്. ഞാൻ ബെന്നി എന്നെ ഇത് വിളിച്ചു കഴിഞ്ഞ പിന്നെ ഞാൻ ആ രാത്രിയിലെ കിടന്നുകൊണ്ട് ഞാൻ ചിന്തിച്ചു. രാത്രി ഈ 18 അന്ന് 5ാം ക്ലാസ്, നിങ്ങൾ 2 ബാച്ചാണ്. 5 മുതൽ 8 വരെ 7 വരെ ഞങ്ങൾ കൊണ്ടുവന്നു. അവിടുന്ന് ആദ്യത്തെ ബാച്ച് ആംബ്രോസ് അച്ഛനെ ഏൽപ്പിക്കുകയായിരുന്നു. ആംബ്രോസ് അച്ഛനെ ഏൽപ്പിച്ചപ്പം കൂട്ടിച്ചേർത്ത് വന്നവരാണ് നമ്മുടെ ജോസ് കുട്ടിയൊക്കെ. ഇപ്പോഴും ഓർക്കുന്നത്. ഞങ്ങളെ 5ൽ നിന്ന് 7 കൊണ്ടുവന്ന് വിടും, അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്, കൈകാര്യം ചെയ്യുകയാണ് വേണ്ടേ. അപ്പം 8ലെ ക്ലാസ് ടീച്ചർ ആരാന്നുള്ളതിനെ തിരഞ്ഞെടുക്കുന്നതിന് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ കൊണ്ടുവന്ന കുഞ്ഞുങ്ങളെ അതുപോലെ തന്നെ കൊണ്ടുപോകണമെന്നുള്ളത് കൊണ്ട് അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നതിനെ നമ്മൾക്ക് പരിശ്രമിച്ച കുറെ പേരുണ്ട്. ഏതായാലും നിങ്ങളെടുത്ത ഈ സംരംഭം ഞങ്ങൾ എങ്ങനെയാണ് നന്ദി പറയേണ്ടെന്നറിയാം. ഞങ്ങൾക്കൊരു ഉപകാരം തന്നു. അതെങ്ങനെയാണ് ഞങ്ങൾ പൂജ്യമായിട്ട് ഏതു ഷോക്കേസിൽ വെച്ച് സൂക്ഷിക്കണം, അതാണ് ഇപ്പം അലട്ടുന്ന പ്രശ്നം. അത്ര ഞാൻ ഏതായിരുന്നാലും എന്നെ സംബന്ധിച്ച് അതല്ല തീർച്ചയായിട്ടും അതെ. എനിക്ക് അങ്ങനെയുള്ള ഒരു വികാരം, എന്റെ ബലഹീനതയായിരിക്കും, എനിക്ക് അങ്ങനെയുള്ള ഒരു ഫീലിംഗാണ് ഇവിടെ നിന്ന് കിട്ടിയത്. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ജീവിതത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴികൾ ഒരു പുരോഹിതൻ നമുക്കുണ്ട്, പുരോഹിത ശ്രേഷ്ഠൻ. അത് തന്നെ ഏറ്റവും ഭാഗ്യമായിട്ടുള്ളതാണ്. അതുപോലെ വിവിധ കുടുംബങ്ങളിൽ നിന്ന്, കുലീനത്വമുള്ള കുടുംബങ്ങളിൽ നിന്ന്, വിവിധ സമുദായത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കിത് ആരാദ്യം ഇത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പോയിന്റ് ഔട്ട് ചെയ്തോ അവരെ അഭിനന്ദിക്കുകയാണ്. മാത്യു വർഗീസ്. അല്ല ഐഡിയ അല്ലല്ല മെയിൻ ഐഡിയ ഇട്ടത് കുഞ്ഞിലെ ഗുരുത്വം
കുരുത്തക്കേട് എന്റെ പിതാവ് ആ രീതിയിലാണ് നിങ്ങളെ വളർത്തിയത്. പിതാവ് ഇന്ന് നമ്മുടെ കൂടെ ഇല്ല, അതുപോലാണ് വളർത്തിയതും. അങ്ങനെ വേണ്ടി എല്ലാവരുടെയും പിതാക്കന്മാർ, ഇതിലുള്ളവരിലെ മിക്കവാറും പിതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ബന്ധം പുലർത്തിയിട്ടുണ്ട്. പലരും എന്റെ സ്നേഹിതനായിരുന്നു, പലരും ജ്യേഷ്ഠ സഹോദരനായിരുന്നു, പലരും ഗുരുഭൂതന്മാരെ പോലെ കൈകാര്യം ചെയ്യുന്ന ആളുകളും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പാറയ്ക്കാട്ടെ ജനാർദ്ദന സാർ, രാഘവൻ സാർ എന്ന് പറയുന്നത് അതുപോലുള്ള പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഞങ്ങൾ സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലി 50 വർഷം ആഘോഷിക്കുന്ന സമയത്ത് കാര്യമായിട്ട് ഇപ്പം പ്ലാറ്റിനം ആണല്ലോ, പങ്കെടുക്കുകയും അതിനുവേണ്ടിയ പ്രചോദനം നൽകിയെന്ന കൈയഴിച്ച് ഈ പിരിവിന് വേണ്ടിയൊക്കെ ഞാനിവിടെ പോയത് കൈയഴിച്ച് സംഭാവന ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോരുത്തരെയും ഓർക്കുന്നു. ആനി ജോണിനെ, അത് പിതാവിനെ ഓർക്കുന്നു. ഞങ്ങൾ കഴിച്ച ചരുവിലെ അച്ചായൻ ഇപ്പോഴും അദ്ദേഹം ഇങ്ങോട്ട് നടന്നു വരുന്ന ആ പ്രൗഢി, അതെല്ലാം ഞാൻ ഓർക്കുകയാണ്. പിന്നെ എല്ലാവർക്കും, പിന്നെ ജോൺ വി മാത്യുവിന്റെ ഫാദർ ആണെങ്കിൽ യോനച്ചാൻ ഞങ്ങൾ ഒരുപോലെ നമ്മുടെ സ്കൂളിലെ തന്നെ ടീച്ചറായിരുന്നു. മിലിറ്ററിയിൽ നിന്ന് വന്നിട്ട് ഇവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷനായിട്ട് 2, 3, 4 വർഷം ഇരുന്നിട്ടുണ്ട്. അങ്ങനെ തൊട്ട് ഞങ്ങളുടെ അടുത്താണ്. അങ്ങനെ എല്ലാവരും ഐപ്പ് ജോർജിനെ സംബന്ധിച്ചിടത്തോളം പഠിച്ചു, കണക്കിന് മോശമായിരുന്നു. ജോർജായി വന്നേ, എന്നാലും പാസ്സാകുന്നതിന് മിനിമം വേണ്ട. അത് വന്നിട്ട് ജോർജ്, ഞാൻ അദ്ദേഹത്തെ സ്പർശിക്കാൻ ഞാൻ വന്നിട്ട് പറഞ്ഞിട്ട്, ജോർജ് സാറെ മോന് കണക്കിട്ടുണ്ട്, ഇച്ചിരി ഐഡിയ ഒന്ന് പറഞ്ഞു കൊടുക്കണേ എന്ന് പറഞ്ഞു. എന്റെ സ്കൂളിൽ വെച്ചുള്ള സമയം അതല്ലാതെ തന്നെയും വീട്ടിൽ വെച്ചും അതിനുവേണ്ടി പലർക്കും എടുത്തുണ്ട്. അതിപ്പം ഫലം അണിഞ്ഞ് കാണുന്നതിൽ സന്തോഷിക്കുന്നു. ഞങ്ങളുടെ അകമഴിഞ്ഞ സന്തോഷവും സംതൃപ്തിയും സ്നേഹവും നിങ്ങളിലും നിങ്ങൾ വഴിയായിട്ട് നിങ്ങളുടെ തലമുറയിലും ഉണ്ടാകട്ടെ, നമ്മുടെ സമൂഹത്തിനും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു പക്ഷേ അടുത്ത മീറ്റിംഗിൽ നമുക്കിതുപോലെ സംഭവിക്കാൻ ഇല്ലെങ്കിലും തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, എന്റെ ഫീലിംഗ് പറയട്ടെ, അതായിട്ട് തീർച്ചയായിട്ടും അതിനായിട്ട് അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഞാൻ നിങ്ങൾ ഇവിടുന്ന് പോകത്തുള്ളായിരുന്നു. ഈ അത്യാവശ്യമായിട്ട് വേറെ ഒരു മീറ്റിങ്ങിനോട് നേരത്തെ ചെയ്ത പോലെ എന്റെ സാന്നിധ്യം അവിടെ വേണം. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് തൽക്കാലം വിട പറയുകയാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും